മാത്രമേ ഈ വഴി വരാവുള്ളൂ. അതെന്താണെന്ന് ഇതുവഴി വന്നവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും. മൂന്നാറിലേക്ക് ഒരു തിരക്കില്ലാതെ മൂന്നാർ ടൗണിലേക്ക് എത്താൻ പറ്റിയ ഒരു ബെസ്റ്റ് റൂട്ടാണ്. നമ്മുടെ അടിമാലി ടൗണിന്റെ സെന്ററിൽ ലെഫ്റ്റിൽ കാണുന്ന ഈ ഒരു ചാപ്പലിന് ഇതിന്റെ അടിയോട് മേലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി റൂട്ടാണ്. പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ്. ഡ്രൈവിംഗ് അറിയാത്തവര് യാതൊരു കാരണവശാലും വരരുത്. ഞാൻ പിന്നെയും പറയുന്നു, ഡ്രൈവിംഗ് അറിയാത്തവര് യാതൊരു കാരണവശാലും വരരുത്. ഇവിടെയൊക്കെ പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർന്നു എന്ന് കരുതിയാൽ മതി. പക്ഷെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് റൂട്ടാണത്. അടിമാലി ടൗണിൽ നോക്കിയാൽ കാണുന്ന വാട്ടർഫോൾസിന്റെ ഏറ്റവും ടോപ്പാണ്. മൂന്നാറിലേക്ക് ഒട്ടും ഡേഞ്ചർ ഇല്ലാതെ കയറാൻ പറ്റിയ മറ്റൊരു റൂട്ടും കൂടി ഉണ്ട്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു 1-2 കിലോമീറ്റർ മാത്രമേ ഇങ്ങനെ പ്രശ്നമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ശരിക്കും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരു മൂന്നാറാണ്. ഇതുവഴി ഒരിക്കലെങ്കിലും വന്നവർ തീർച്ചയായിട്ടും കമന്റ് ഇടും. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയണമെങ്കിലും നമ്മൾ കാണാത്ത കാഴ്ചകൾ എന്താണെന്ന് അറിയണമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവഴി വന്നേ മതിയാകും. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ വാട്ടർഫോൾസ് എല്ലാം ഉണ്ട്. ഇതുവഴി പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല ടൂറിസ്റ്റ് പ്ലേസുകൾ കവർ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഓൾറെഡി മറ്റൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഈ റൂട്ടിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് ആണ്. വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടമല്ലാത്തവർ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം പഠിക്കും. പിന്നെ അടുത്ത വർഷം നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾ എത്ര രാവിലെ ഇറങ്ങിയാലും ഇതുവഴി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലങ്ങളെല്ലാം കണ്ടുവരുമ്പോഴത്തേക്കും രാത്രിയാകും മൂന്നാറെത്താനായിട്ട്. ഇതുവഴി വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒരുപാട് റീൽസുകളെല്ലാം കണ്ടിട്ടുള്ള നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റിന് അടുത്തുള്ള LP സ്കൂളാണത്. ഇതുവഴി നല്ല ദൂരക്കൂടുതലുണ്ട്. പക്ഷേ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മൂന്നാർ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല.